ഇറങ്ങി 5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. പല പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. എല്ലാവരും പറയുന്നു നോർമലി പ്രഗ്നൻ്റ് ആവും. പക്ഷേ ഇതുവരെ എവിടെ പോയിട്ടും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ജനുവരി 14 കൃപാസനത്തിൽ വന്നു. ഇതുപോലെ എൻ്റെ അമ്മയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോയി നോക്കാമെന്ന്. അങ്ങനെ ജനുവരി 14 ഞങ്ങൾ വന്ന് ഉടമ്പടി വെച്ചു. കൃപാസനത്തിൽ വന്നു ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോൾ എനിക്ക് കുഞ്ഞായി. 2 മാസം ഉടമ്പടി വെച്ച് മാർച്ച് ആയപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞായി, പ്രഗ്നൻ്റായി. ഞാൻ നവംബർ 21 എനിക്ക് ഈ ബേബീനെ കിട്ടിയത്. പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതുപോലെ തന്നെ പല കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓപ്പറേഷൻ്റെ സമയത്തും ഇതുപോലെ തന്നെ എനിക്ക് പ്ലാസൻ്റ പ്രീവിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് ഡോക്ടർമാരെല്ലാം പറഞ്ഞായിരുന്നു അനങ്ങാനൊന്നും പറ്റത്തില്ല, പോകുമ്പോഴും നടക്കുമ്പോഴും എല്ലാം സൂക്ഷിക്കണം, ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, കോംപ്ലിക്കേഷനാണ്, അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം എല്ലാം മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ വൈകിട്ട് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് കുഞ്ഞിന് പ്രസവിക്കാൻ കഴിയണം, ഒരു കുഴപ്പവും ഇല്ലാതെ, കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാകാതെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടണം. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, തൂക്കക്കൂടുതൽ കാരണം അവനും കൈയുടെ എല്ലൊക്കെ ഒടിയുന്നൊക്കെ പല പ്രശ്നങ്ങളും ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ ആ സമയത്ത് ഞാൻ ഓപ്പറേഷൻ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറിലും തേച്ചിട്ട് കാശി രൂപ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ വയലിനകത്ത് വെച്ചുകൊണ്ട് ഞാൻ കയറി. അങ്ങനെ ഞാൻ കയറി ഒരു പ്രശ്നവും ഇല്ലാതെ മാതാവ് എനിക്ക് എല്ലാം നല്ല രീതിയിൽ എനിക്ക് നടത്തി തന്നു. എൻ്റെ അമ്മയത് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ പ്രയാസങ്ങളെല്ലാം കേൾക്കുന്ന ഒരമ്മയാണ്. ആരില്ലെന്ന് പറഞ്ഞാലും ഏറ്റവും അവസാന ഘട്ടത്തിൽ നമുക്ക് തുണയായിട്ട് വരുന്ന ഒരമ്മയാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പ്രാർത്ഥിക്കും, മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും ഇതുപോലെ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യും. അന്നേരം എല്ലാം ഞാൻ ഈ തൈലം എൻ്റെ വയറിൽ തേക്കുന്നതുകൊണ്ട്